ഡീപ് സീക്ക് ചാറ്റ് ജിപിടിയുടെ അന്തകൻ. ഡീപ് സീക്ക് വന്നതോടുകൂടി അമേരിക്കയുടെ ടെക്നോളജിയുടെ മേലുള്ള ആധിപത്യം അവസാനിക്കുമോ? വെറും 20ഓളം എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനി അമേരിക്കയെ മുട്ടുകുത്തിച്ചു. ലോഞ്ച് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ അമേരിക്കൻ ഷെയർ മാർക്കറ്റിൽ $1 ട്രില്യൺ ഇടിവുണ്ടാക്കിയ ഡീപ് സീക്ക്. കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യം വരുമ്പോൾ ചെയ്യൂല, പിന്നെയും മാറ്റി വെക്കും. അങ്ങനെയുള്ള ഒരു സാധനം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാന്നുള്ള ഇതിൽ ഇന്ന് ഏകദേശം 10 മണിയായി. ആ 10 മണിക്ക് തുടങ്ങാണ് ഫസ്റ്റ് എപ്പിസോഡ് എന്ന് വിചാരിക്കുന്നു. ഇതൊന്നും കട്ട് ചെയ്യേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു. ഇൻട്രോ കുറച്ച് ലാഗ് ഉണ്ടാവും, കേൾക്കണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. യൂട്യൂബിൽ പാർട്ടായിട്ട് കൊടുക്കുമല്ലോ, സോ അത് ഞാൻ ആഡ് ചെയ്യാം. ഇൻട്രോ പിന്നെ നെക്സ്റ്റ് കണ്ടന്റ് എന്താണ് വരുന്നത് എന്നുള്ള ആഡ് ചെയ്യാം. സോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടന്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. നമ്മുടെ കറൻറ്റ് വേൾഡിലായാലും ടെക്നോളജിയിലായാലും ഇക്കണോമിയിലായാലും ഒക്കെ വളരെ ഡീപ്പായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഡീപ് സീക്ക് AI എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് AI എന്താണെന്നുള്ളത് ചെറിയൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. AI മീൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എല്ലാവരും കേട്ട കാര്യമായിരിക്കും. പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന അതേപോലെ, അതായത് ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻസേഴ്സ് തരിക, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടുക, കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് കിട്ടുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ സുപരിചിതമായിട്ടുള്ള 3-4 AIകൾ ഇപ്പോൾ നിലവിലുണ്ട്, നല്ല പോപ്പുലർ ആയിട്ടുള്ളത് തന്നെ. ചാറ്റ് GPT ആയാലും അതുപോലെ തന്നെ ജെമിനൈ ആയാലും അതുപോലെ മെറ്റയുടെ AI ആയാലും ഒക്കെ പോപ്പുലർ ആയിട്ടുള്ളതും പോപ്പുലർ അല്ലാത്തതുമായ പലവിധം AIകൾ ഇപ്പോൾ നിലവിലുണ്ട്. എന്താണ് നമുക്ക് AI കൊണ്ട് ഈസി ടു ആക്സസ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഇതിൽ പറയുന്നത്. നമുക്കൊരു 3-4 വർഷങ്ങൾക്ക് മുന്നേ AIക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സെർച്ച് എഞ്ചിനുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ വിക്കിപീഡിയ അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയ പോലെയുള്ള സൈറ്റുകളെ നമുക്ക് യൂസ് ചെയ്യാം. ഗൂഗിൾ അതുപോലെയുള്ള സെർച്ച് എഞ്ചിനുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ബ്രൗസ് ചെയ്യാം. പക്ഷേ ഈ ബ്രൗസ് ചെയ്ത് കിട്ടുന്ന ആൻസേഴ്സ് ഓൾറെഡി അതിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള, അത് ചിലപ്പോൾ റൈറ്റ് ആയിരിക്കാം, ചിലപ്പോൾ റോങ് ആയിരിക്കാം, ബട്ട് ഇത് ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആൻസേഴ്സിനെയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് നമുക്ക് ഒരാളോട് ചോദിക്കുന്ന പോലെ ഒരിക്കലും നമുക്ക് അങ്ങോട്ടേക്ക് ചോദിക്കാനോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് അതിനുള്ള ആൻസേഴ്സ് തരാനോ ക്യാപ്പബിൾ ആയ ഒരു ഓപ്ഷൻ ആയിരുന്നില്ല ഈ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനുകളൊക്കെ. സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്ക് കൊടുക്കുന്ന കീവേഡ്, റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ് എന്താണോ ആ കീവേഡ് വെച്ചിട്ടുള്ള ആൻസേഴ്സുകൾ നമുക്ക് ഇങ്ങോട്ട് തരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആൻസറുകൾ ഏതെങ്കിലും ഒരു സൈറ്റോ അല്ലെങ്കിൽ ബ്ലോഗുകളോ ബേസ് ചെയ്തിട്ടുള്ള ആൻസറുകൾ മാത്രമായിരുന്നു. ആ ആൻസറുകളിൽ നമ്മൾ സ്റ്റക്കായി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ബട്ട് AI വന്നതിന് ശേഷം ഒരു ആളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന AI എത്രത്തോളം പവർഫുള്ളാണോ അത്രത്തോളം ബെറ്റർ ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൻസറുകൾ ലഭിക്കാനും, പിന്നീട് ഇങ്ങനെയുള്ള AI ക്വസ്റ്റ്യൻ ആൻസറുകൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളിടത്ത് നിന്നും നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാനും അതുപോലെ വീഡിയോ ജനറേറ്റ് ചെയ്യാനും അതുപോലെ സൗണ്ടുകൾ ജനറേറ്റ് ചെയ്യാനും മ്യൂസിക്കുകൾ ജനറേറ്റ് ചെയ്യാനും നമുക്ക് ആവശ്യമായ എന്ത് കാര്യങ്ങളും, കോഡിങ്ങുകളായാലും വെബ്സൈറ്റുകളായാലും എന്തും ജനറേറ്റ് ചെയ്ത് എടുക്കാനുള്ള, മനുഷ്യന്മാർ കോംപ്ലിക്കേറ്റഡ് ആയി പോകുന്ന എന്ത് പ്രോബ്ലംസും സോൾവ് ചെയ്യാനുള്ള കഴിവുള്ള AIകൾ നിലവിൽ വന്നു. അപ്പോൾ AIൻ്റെ ജനറേഷൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമുക്ക് എല്ലാ തരത്തിലുള്ള നമ്മുടെ ചോദ്യങ്ങൾക്കും എല്ലാം അറിയുന്ന ഒരാൾ എങ്ങനെ ആൻസർ ചെയ്യും അതേപോലെ നമുക്ക് ഉത്തരങ്ങൾ തരാൻ പറ്റുന്ന തരത്തിലുള്ള AIകളാണ് ഇന്ന് നിലവിലുള്ളത്. ചാറ്റ് GPT ആയാലും ജെമിനൈ ആയാലും മെറ്റയുടെ AI ആയാലും എന്തായാലും ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ചുകൊണ്ട് ആൻസേഴ്സ് ജനറേറ്റ് ചെയ്യാനും ഇമേജസ് ജനറേറ്റ് ചെയ്യാനും വീഡിയോ ജനറേറ്റ് ചെയ്യാനും ഓഡിയോകൾ ജനറേറ്റ് ചെയ്യാനുമുള്ള ക്യാപ്പബിൾ ആയിട്ടുള്ള AIകൾ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ മുന്നിലുള്ള AI ടൂളുകൾ, അതായത് ഈസി ടു ആക്സസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ തന്നെ ഈസി ആക്കുന്ന തരത്തിലുള്ള AI ടൂളുകൾ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്ത് നോക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഫ്രം നൗ നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. നമ്മുടെ ടെക്നോളജി റിലേറ്റഡ് ആയിക്കോട്ടെ, ഇനി ബിസിനസ് റിലേറ്റഡ് ആയിക്കോട്ടെ, ഇനി ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും നമുക്കത് ചോദിക്കാവുന്ന തരത്തിലേക്കുള്ള AI സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്.
അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജനറേഷനിൽ നിന്ന് നമ്മൾ ബാക്കോട്ടേക്ക് പോകാൻ കാരണമാകും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡീപ് സീക്കിൻ്റെ കാര്യമാണ്. ഡീപ് സീക്ക് എന്ന് പറയുന്നത് ഒരു ചൈന ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് AI ആണ്. ഡീപ് സീക്കിനെ പോപ്പുലർ ആക്കിയ കൂടുതൽ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡീപ് സീക്ക് ഒരു ഓപ്പൺ AI ആണ്. ഓപ്പൺ AI ആണെന്ന് പറയാൻ കാരണം ഓൾറെഡി ഉള്ള ഓപ്പൺ AI എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിലുള്ള ChatGPT എന്നത് ഓപ്പൺ അല്ല. അവരൊന്നും തുറന്നു കൊടുത്തിട്ടില്ല. എങ്ങനെ ഡെവലപ്പ് ചെയ്തെന്നോ അതിൽ ഇനി മോഡിഫൈ ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. പക്ഷേ ഡീപ് സീക്ക് ഓപ്പൺ ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്. ആർക്ക് വേണ്ടിക്കലും അതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മളുടേതായ രീതിയിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം, നമുക്ക് അതിൽ വരേണ്ട മാറ്റങ്ങൾ വരുത്താം, റീബിൽഡ് ചെയ്യാം, എന്ത് ചേഞ്ചസും നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഓപ്പൺ സോഴ്സിംഗ് ആയിട്ടാണ് നമുക്കിപ്പോൾ തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് deepseek.com എന്ന വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ്ലി എൻ്റർ ചെയ്ത് നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ മുന്നിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ AI സോഴ്സുകളും നമുക്ക് ഒരു ലിമിറ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ലിമിറ്റിന് ശേഷം നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രോ വെർഷൻസ് പർച്ചേസ് ചെയ്യേണ്ടി വരും. അതിനുള്ള പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. ChatGPT ഓൾമോസ്റ്റ് ഒരു $20 പെർ മന്ത് പ്രോ വെർഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ചാർജസ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ബഡ്ജറ്റും കാണാതെ തന്നെ നമുക്ക് ഈ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഡീപ് സീക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെയ്ഡ് വെർഷനിലുള്ള ChatGPT തരുന്ന എക്സാക്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ മേലിലേക്കുള്ള റിസൾട്ടുകളാണ് നമുക്ക് ഫ്രീ വെർഷനിലിരിക്കുന്ന ഈ ഡീപ് സീക്കിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഡീപ് സീക്കിൻ്റെ മറ്റൊരു ഫീച്ചറാണ് മെമ്മറി എന്നുള്ളത്. ChatGPTയിലും അതുപോലെ മറ്റുള്ള ഏത് AI സോഴ്സുകളിലും ആദ്യം നമ്മളുടെ ഒരു ഇൻട്രോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ പേര് ഇന്നതാണ്, എൻ്റെ കമ്പനി ഇന്നതാണ്, എൻ്റെ പ്രൊഫഷൻ ഇതാണ് എന്നുള്ള രീതിയിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെമ്മറി വെച്ചിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് ആൻസർ ആയിട്ട് തരിക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ലെറ്ററിൽ വെക്കേണ്ട കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ മുന്നേയുള്ള AI സോഴ്സുകളുടെ എല്ലാം അല്ലെങ്കിൽ AIൻ്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ മെമ്മറി ഇഷ്യൂ വന്നിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ ഉണ്ടാവും. അതിൽ ഈ ഒരു മെമ്മറി ഫോളോ ചെയ്യുന്നതിൽ ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ChatGPT ആണെങ്കിൽ അതിനേക്കാൾ എത്രയോ എഫിഷ്യൻ്റ് ആയിട്ടാണ് ഡീപ് സീക്ക് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നേറ്റീവ് ലാംഗ്വേജ് എഫിഷ്യൻസി. അതായത് നമ്മളിപ്പം ഒരു മലയാളത്തിലാണ് ഒരു കാര്യം ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ അതിൻ്റെ ആൻസേഴ്സ് വളരെ എഫിഷ്യൻ്റായിട്ട് തരാൻ പറ്റുന്ന ChatGPTയേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു ക്ലോഡ്. പക്ഷേ അതിനേക്കാളും എത്രയോ എഫിഷ്യൻ്റായിട്ടാണ് ഫ്രീ ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡീപ് സീക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഡീപ് സീക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഡീപ്പ് തിങ്കിങ് മോഡ്. നമ്മൾ ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളോട് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അവർ ഏത് രീതിയിൽ തിങ്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലായില്ലെങ്കിൽ ആ മനസ്സിലായ കാര്യം അവർ പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലുള്ള ഒരു പ്രോസസ്സിങ് ആൻസർ നമുക്ക് അയച്ചു തരികയും ഇത് ഡീപ് സീക്ക് ഇങ്ങനെയാണ് ഞാനിപ്പോൾ ചോദിച്ച കാര്യം ഡീപ് സീക്ക് ഇങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുകയും അതിനുശേഷം എനിക്ക് അതിനുള്ള എക്സാക്റ്റ് ആൻസർ തരികയും ചെയ്യും. അപ്പോൾ ഈ ഡീപ് സീക്ക് ആദ്യം പ്രൊവൈഡ് ചെയ്യുന്ന ഈ ആൻസറിൽ ഡീപ് സീക്കിന് ഇങ്ങനെയാണ് മനസ്സിലായത് എന്നുള്ളതിൽ എനിക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചേഞ്ചും കൂടി വരുത്തിയിട്ട് എനിക്ക് വീണ്ടും ക്വസ്റ്റ്യൻ മോഡിഫൈ ചെയ്യാനും അതിനുള്ള എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസറുകൾ തിരിച്ചു കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഇതിൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എഫിഷ്യൻസികളെല്ലാം വെച്ചിട്ടാണ് അല്ലെങ്കിൽ ക്യാപ്പബിലിറ്റികളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് ടെക് ലോകം ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ChatGPTയുടെ അന്തകനാണോ ഡീപ് സീക്ക് എന്നത്. ഇനി ഡീപ് സീക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ലോക കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം ഡീപ് സീക്ക് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് ജനുവരി 20-നാണ്. ഈ സെയിം ജനുവരി 20-നാണ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരമേൽക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്ന ആ ദിവസം തന്നെ ഡീപ് സീക്ക് ലോഞ്ച് ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ടെക് വേൾഡ് ചർച്ച ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുന്നേ പ്രഖ്യാപിക്കുകയും പിന്നീട് അത് നടപ്പിലാക്കുകയും ചെയ്ത ഒരു കാര്യമാണ്
ടെക്നോളജി ട്രാൻസ്ഫോർമേഷന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അമേരിക്കയിലേക്ക് മാത്രമാക്കി ചുരുക്കുകയും ടെക് ഭീമന്മാരായ NVIDIA അടക്കമുള്ള GPU നിർമ്മാതാക്കളോട് ചൈനയിലേക്ക് ഒരു തരത്തിലുള്ള ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള ഒരു സർവീസും അല്ലെങ്കിൽ ഒരു കാര്യവും ചെയ്യരുത് എന്നുള്ള നിയമം ട്രംപ് കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് പുതിയ ഡെവലപ്മെൻറ്റുകളോ പുതിയ കാര്യങ്ങളോ കൊണ്ടുവരാനുള്ള റിസോഴ്സസ് തടയുക വഴി അമേരിക്കയെ ടെക്നോളജി രംഗത്ത് ഒന്നാമനാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ട്രംപിൻ്റെ ഉദ്ദേശം. ആ ഒരു ഉദ്ദേശത്തിനേറ്റ ഒരു അടിയും കൂടിയായിട്ടാണ് ടെക് ലോകം ഡീപ്സീക്കിൻ്റെ ഈ ഒരു വരവിനെ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വെറും 50 കോടി രൂപ മാത്രം മുതൽ മുടക്കിൽ ഉണ്ടാക്കിയ ഒരു ഓപ്പൺ AI പ്ലാറ്റ്ഫോം വെറും 24 മണിക്കൂർ കൊണ്ട് അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ $1 ട്രില്യൺ നഷ്ടമാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ, അതായത് ജനറേറ്റീവ് AI മേഖലയിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കമ്പനികൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ഓരോ ക്വസ്റ്റ്യനും ആൻസർ ജനറേറ്റ് ചെയ്യാനുള്ള കോസ്റ്റുകൾ ഇത്രയാണെന്നും ചെറിയ ചെറിയ ആളുകൾക്കൊന്നും ഇതിലേക്ക് വരാൻ പറ്റില്ല എന്നും വലിയ വലിയ മെറ്റ പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികൾക്ക്, അത്രയും ഫൈനാൻഷ്യലി എഫിഷ്യൻ്റായ കമ്പനികൾക്ക് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ള തരത്തിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കി വെച്ചിടത്തേക്കാണ് വെറും 50 കോടി മാത്രം മുടക്കിക്കൊണ്ട് ലോകത്തിലെ നിലവിലുള്ള എഫിഷ്യൻ്റായ AIയെ തോൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച പെർഫോമൻസും കൊണ്ട് ഡീപ്സീക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന വെല്ലുവിളികളെ മറികടക്കാനായിട്ട് കുറേ അലിഗേഷൻസ് ഇപ്പോൾ ഡീപ്സീക്കിൻ്റെ പേരിൽ വരുന്നുണ്ട്. വർക്കിംഗ് സ്ലോ ആണെന്നുള്ളതാണ്. ഇപ്പോഴുള്ള അവസ്ഥ വെച്ചിട്ട് നമുക്കൊരിക്കലും അത് വിലയിരുത്താൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സിൻ്റെ എണ്ണം അത്രയും കൂടുതലാണ്. എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആപ്പിളിൻ്റെ സ്റ്റോറിൽ പോലും ഹയസ്റ്റ് റേറ്റിൽ നിൽക്കുന്ന ഒരു ആപ്പായിട്ട് ഓൾറെഡി ഇപ്പോൾ ഡീപ്സീക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാഫിക്കിങ്ങും വെബ് ട്രാഫിക്കിംഗ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെയാണ് ഡീപ്സീക്ക് ചില സമയങ്ങളിലെങ്കിലും സ്ലോ ആയി പോകുന്നത്. പക്ഷേ അത് ഇനി വരുന്ന അപ്ഡേഷനും അതിൻ്റെ സെർവർ അപ്ഡേഷനൊക്കെ വരുമ്പോൾ ഫിക്സ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു കാര്യം പറയുന്നതാണ്, ഇത് കോപ്പി അടിച്ചതാണ്, ചൈന ഇത് കോപ്പി ചെയ്തതാണ്, അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓപ്പൺ AI എന്നുള്ളത് ഒരു സ്ഥലത്തും ആരും ഒരു രജിസ്റ്റേർഡ് ചെയ്ത പാറ്റൻറ്റോ അല്ലെങ്കിൽ ഇതിനൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഫോർമുലയോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഏത് തരത്തിലാണോ വേണ്ടത് ആ തരത്തിലേക്ക് ആർക്കാണോ വേണ്ടത് അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡീപ്സീക്കുമായി ബന്ധപ്പെട്ട് ടെക് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. താങ്ക് യു.